അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്തുകൊണ്ട് മഹത്തുക്കളുടെ മുമ്പിൽ വന്നുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ചികിത്സിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്തരം സങ്കടം പറഞ്ഞു വന്ന സ്വഹാബത്തിന് ആശ്വാസം നൽകിയ നിരവധി അനുഭവങ്ങൾ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. ആ കറാമത്തുകളും ആ വസ്തുതകളും ഒന്നും ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലാത്ത വിധം ആളുകളൊക്കെ ബോധ്യം വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെ അത്തരം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ, സ്വഹാബത്തിന് അനുഭവപ്പെട്ട നിരവധി സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. രോഗങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മഹാന്മാരെ സമീപിക്കലും അല്ലെങ്കിൽ അവരുടെ ഉപയോഗ വസ്തുക്കളെ കൊണ്ടുപോലും ഷിഫാ തേടലും പൂർവീക സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നതിൻ്റെ നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ആ വിശ്വാസ ദൃഢതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആളുകൾ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നതും അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നതും എല്ലാം എന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ ഉപയോഗ വസ്തുക്കളെ കൊണ്ട് ബർക്കത്തെടുത്ത അതുകൊണ്ട് ഷിഫാ നേടിയ അനുഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ അബൂ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നൊരു സംഭവം കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗിണിയായി മരണപ്പെട്ടു പോയേക്കുമോ എന്ന് ഭയപ്പെടുന്ന ഒരു രോഗം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പിടിപെട്ടു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അസാബ സൗജത്തി വജഉൻ ഷദീദ്. ബർക്കത്തിനെ കുറിച്ചും ഷിഫാഇനെ കുറിച്ചുമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരും. ആമുഖത്തിൽ അങ്ങനെ കേസി സൂചിപ്പിച്ചതുകൊണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന രീതിയിലാണ്. മഹാനവർകൾ എങ്ങനെയാണ് തൻ്റെ ഭാര്യയുടെ രോഗത്തെ ചികിത്സിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അസാബ സൗജത്തി വജഉൻ ഷദീദ്. എൻ്റെ ഭാര്യയ്ക്ക് അതികഠിനമായ ഒരു വേദന വന്നു. അദ്ദേഹം പറഞ്ഞ വാചകം അതാണ്. ശക്തമായ വേദനയെ അദ്ദേഹം ഒന്നുകൂടി വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു, കാദ യുഹ്ലികുഹ, എൻ്റെ ഭാര്യ മരിച്ചു പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്ന തരത്തിലേക്ക് ആ രോഗം മൂർച്ഛിച്ചു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. മരണം സംഭവിച്ചേക്കുമോ എന്ന ഭയപ്പാടുള്ള തരത്തിൽ എൻ്റെ ഭാര്യയ്ക്കൊരു രോഗം പിടിപെട്ടു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപയോഗ വസ്തുവായ ചെരുപ്പിനെ കുറിച്ച് വിശദീകരിച്ച സ്ഥലത്ത് ഉദ്ധരിക്കപ്പെട്ട സംഭവമായതുകൊണ്ട് നഅൽ എന്നവിടെ നേരിട്ടങ്ങ് പറഞ്ഞിരിക്കാം. ഏതെങ്കിലും ചെരുപ്പല്ലത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് ഉപയോഗിച്ചിരുന്ന ഒരു ചെരുപ്പ് ഞാൻ എടുത്തുകൊണ്ട് അലാ മൗദിൽ വജഇ, എൻ്റെ ഭാര്യയ്ക്ക് വേദന വന്ന ആ സ്ഥലത്ത് ഞാൻ ആ ചെരുപ്പ് ഇങ്ങനെ വെച്ചു. അദ്ദേഹം പറയുന്ന വാചകം അതാണ്. ചെരുപ്പ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പ്. നബി തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം വരുന്ന ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. ഹിജറ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി നമുക്കിതിനെ കാണാൻ കഴിയും. 1500 തികയുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് 1500 വർഷം തികയുകയാണ്. അവിടെ സ്വലാത്തൊക്കെ ഭംഗിയായി ചലണേ. 1500ൻ്റെ കണക്ക് വെച്ചിട്ടല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് നിരവധി സ്വാലിഹ്യങ്ങളുടെ സ്വലാത്ത് മുഴങ്ങുന്ന ഒരു സ്ഥലമാണ് മമ്പുറം മക്കാം എന്ന് പറയുന്ന ഈ മക്കാമും അതിൻ്റെ പരിസര പ്രദേശവും. അള്ളാഹു അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് വരും. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാൻ സമയമില്ല. ആ മഹാൻ പറയുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഏറ്റവും കഠിനമായ രോഗം വന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ ചെരുപ്പെടുത്ത് വെച്ച് കൊടുത്തു ആ സ്ഥലത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഫഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ അരിനി ബറക്കത്ത സാഹിബി ഹാദൻ നഅൽ, അള്ളാഹുവേ ഈ ചെരുപ്പിൻ്റെ ഉടമയുടെ ബറക്കത്ത് എനിക്കൊന്ന് കാണിച്ചു തരണേ തമ്പുരാനെ. ആ മഹാന്റെ പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്തത്? ഈ ചെരുപ്പിൻ്റെ ഉടമയുടെ ബറക്കത്ത് എനിക്കൊന്ന് കാണിച്ചു തരണേ. ഫശഫാഹ അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഭാര്യയുടെ മരണത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ട ആ ഗൗരവതരമായ രോഗം സുഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞ വാചകത്തിൻ്റെ കൂട്ടത്തിൽ അവിടെ കാണാൻ ലിൽഹീൻ, ആ നിമിഷം തന്നെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ മഹാന്മാരുമായി ബന്ധപ്പെട്ടതിന്, മഹാന്മാരുമായി ചേർന്ന് നിൽക്കുന്നതിന്, അവരുടെ ഉപയോഗ വസ്തുക്കൾക്കൊക്കെ വലിയ ബറക്കത്തുണ്ടെന്ന് മാത്രമല്ല, ഇതൊക്കെ ചരിത്രത്തിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ്. ഇത്തരം അത്ഭുതങ്ങൾ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഊഹിച്ചെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. യുദ്ധത്തിൽ വാള് പൊട്ടിയപ്പോൾ സ്വഹാബിക്ക് ഒരു വടിയെടുത്ത് കൊടുക്കുന്നു നബി തങ്ങൾ, ഈന്തപ്പനെ തണ്ടെടുത്ത് കൊടുക്കുന്നു നബി തങ്ങൾ, അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറയുന്നു. ഇതൊക്കെ താരീഖിൽ വളരെ മനോഹരമായി സത്യസന്ധമായി സ്വഹീഹ ഹദീസിൽ പോലും ഉദ്ധരിക്കപ്പെട്ട സംഭവമല്ലേ.
ഈ ചെരുപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് യൂസഫ് നബഹാനി തങ്ങൾ വളരെ മനോഹരമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ ഉപയോഗ വസ്തുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചെരുപ്പ് എടുത്ത് വെച്ചപ്പോൾ ആ രോഗം സുഖപ്പെട്ടു എന്ന് ഈ സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം മഹാനവറുകൾ തൻ്റെ കിതാബിൽ മനോഹരമായി രേഖപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു കവിതയും അവിടെ എഴുതി. ആ വാചകം നോക്കൂ നിങ്ങൾ. ആ ചെരുപ്പിന്റെ ബർക്കത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഷിഫാഉൻ ലിദി സുഖ്മിൻ റജാഉൻ ലിബായിസിൻ അമാനുൻ ലിദി ഖൗഫിൻ കദാ യുഹ്സബുൽ ഫളലു സ്വലാത്തും വ തസ്ലീമുൻ. അത് എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് ആ നഅലി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ കവിതയിൽ അതിന്റെ മഹത്വം മനോഹരമായിട്ട് പറഞ്ഞ വാചകം നോക്കൂ. ഷിഫാഉൻ ലിദി സുഖ്മിൻ റജാഉൻ ലിബായിസിൻ. എന്തെങ്കിലും ഒരു ദുരിതമോ പ്രയാസമൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണത്. യൂസഫ് നബഹാനി തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനും വലിയ മഹാനുമാണ്. ഇത്തരം മഹത്തായ ഗ്രന്ഥങ്ങൾ സമൂഹത്തിന് സമർപ്പണം ചെയ്ത വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കണ്ട ആ കവിതയുടെ ആശയം നോക്ക് നിങ്ങൾ. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് നബി തങ്ങൾ ഇന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഫഅലി ഉക്കാശത ജിദ്ല ഖതബിൻ. ഉക്കാശ റളിയല്ലാഹു തആല ഒരു മരത്തിന്റെ തണ്ടെടുത്തു കൊടുത്തു. അങ്ങനെ തന്നെ താരീഖിൽ കാണാൻ കഴിയും. ഉക്കാശ റളിയല്ലാഹു തആല ബദറിലാണ് പൊരുതുന്നത്. ബദറിൽ ഇങ്ങനെ പൊരുതുന്ന സമയത്ത് ശക്തമായ സമരമാണ്, അതിശക്തമായ സമരം. ആ അതിശക്തമായ സമരം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു തആല ആ സമരത്തിൽ ഇങ്ങനെ മുന്നേറുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വാള് പൊട്ടിപ്പോയി. ഹീനങ്കസറ സൈഫുഹു യൗമ ബദരിൻ. ഹീനങ്കസറ സൈഫുഹു, അദ്ദേഹത്തിന്റെ ആ വാള് പൊട്ടിപ്പോയി. യൗമ ബദരിൻ, ബദറിന്റെ ദിനത്തിൽ പൊട്ടിപ്പോയി. ആ സമയത്താണ് അല്ലാഹുവിന്റെ പുണ്യ തിരുദൂതർ ഒരു മരത്തിന്റെ കഷ്ണം എടുത്തുകൊണ്ട് അന്നഹു ദഫഅലി ഉക്കാശത ജിദ്ലഹതബിൻ, ഒരിക്കലും വാളാകാൻ സാധ്യതയില്ലാത്ത യുദ്ധം ചെയ്യാൻ ഉപകരിക്കാത്തൊരു വസ്തു എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് മുത്തുനബി തങ്ങൾ കൊടുക്കുന്നു. മുത്തുനബി തങ്ങൾ ആ സംഗതി അങ്ങ് കൊടുത്തപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞു, ഇദ്രിബ്ബിഹി വഖാല ഇദ്രിബ്ബിഹി, ഇതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളണേ. പരിശുദ്ധ തിരുദൂതർ ഒരു വടിയെടുത്ത് കൊടുത്തുകൊണ്ട്, ഒരു തണ്ടെടുത്ത് കൊടുത്തുകൊണ്ട്, ഈത്തപ്പന തണ്ട് പോലത്തെ ഒരു സാധനം എടുത്തുകൊണ്ട് ഇതുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് പറയുക മാത്രമേ ചെയ്തുള്ളൂ. ആ വാക്കങ്ങ് പറഞ്ഞ ഉടനെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഹദീസിന്റെ കിതാബിലുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. സംശയലേശമന്യേ നിരവധി പേർ ഒത്തുചേർന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. എത്രമാത്രം പ്രത്യേകതകളാണ് ആ വാളിനെ കുറിച്ച് പറഞ്ഞത്. ഒരു വാളായി മാറി എന്നല്ല പറഞ്ഞത്, അതൊരു വാളായി എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ സാധനം മാറിപ്പോയി. എങ്ങനെ? സൈഫൻ സാരിമൻ തൊവീലൻ അബിയല ശദീദൽ മതൻ, നല്ല വെളുത്ത അതിശക്തമായ ബലമുള്ള യുദ്ധത്തിന് കൊള്ളാവുന്ന നല്ല ഒരു വാളായി അത് മാറി എന്ന് മാത്രമല്ല, അത് തൽസമയ പ്രത്യേകത മാത്രമായിട്ടല്ല ചരിത്രം രേഖപ്പെടുത്തി വെച്ചത്, തൽസന്ദർഭത്തിൽ മാത്രം ഉപയോഗപ്പെടുന്ന ഒരു വസ്തുവായിട്ടല്ല, മറിച്ച് ആ സാധനം അദ്ദേഹം ഉപയോഗിച്ചു മാത്രമല്ല, ഫഖാതല ബിഹി, ആ വാള് കൊണ്ട് ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ആ ബദർ യുദ്ധത്തിൽ പൊരുതിയെന്ന് മാത്രമല്ല, സുമ്മലം യസൽ ഇൻദഹു യഷ്ഹദു ബിഹിൽ മശാഹിദ, പിന്നെയുള്ള എല്ലാ സമരങ്ങളിലും അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്ത് സംബന്ധിച്ചു. അദ്ദേഹം മറ്റുള്ള യുദ്ധങ്ങളിലൊക്കെ ഇതേ വാള് വെച്ചുകൊണ്ട് തന്നെ യുദ്ധം ചെയ്തു. ഇലാ അനിസ്തുഷ്ഹിദ, ബഹുമാനപ്പെട്ടവർ ഷഹീദാകുന്നത് വരെ ഇത് തന്നെ കൊണ്ടു നടന്നുകൊണ്ട് യുദ്ധം ചെയ്തു. ആ വാൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ചരിത്രം പറയുന്നു സ്വഹാബത്ത് ആദരിച്ചൊരു വാളായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കാണുന്നു. എങ്ങനെയാ ഒരു വടി കൊടുത്തിട്ട് അത് വാളാവല്? തൽക്കാലം ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന അവസരമുണ്ടായി അങ്ങനെ അങ്ങ് ആയിപ്പോയതല്ല എന്നതല്ലേ പിൽക്കാലത്ത് അദ്ദേഹം ഉപയോഗിച്ച ഈ സാധനത്തെക്കുറിച്ച് ഹദീസിൽ ഇങ്ങനെ വളരെ മനോഹരമായി വ്യക്തമായി രേഖപ്പെടുത്തപ്പെടുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. ഇതൊക്കെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദീനിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നൊന്നുമില്ല. കാരണം അള്ളാഹു ചില ആളുകൾക്ക് ചില പ്രത്യേക സവിശേഷമായ ഗുണങ്ങളൊക്കെ കൊടുക്കും. എല്ലാവർക്കും അത് നൽകിക്കൊള്ളണമെന്നില്ല. അതിൽ വിശ്വസിക്കൽ നമ്മുടെ കടമയാണ്. അന്ധവിശ്വാസം അരുത്, അമിത വിശ്വാസം വേണ്ട. നേരെ മറിച്ച് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുവരാൻ നമ്മുടെ ആലിമീങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മുടെ പഠനത്തിൻ്റെയും രീതിശാസ്ത്രം. അതാണ്. അപ്പോഴേ ഒരു ബർക്കത്തുണ്ടാവും. ഇതൊക്കെ ബർക്കത്തിൻ്റെ ഭാഗമാണ്. പഠനമാണെങ്കിലും അതിനൊരു ബർക്കത്ത് വേണം. ആ പഠനരംഗത്ത് ബർക്കത്തൊക്കെ എടുത്തു നീക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്നത്.